നമസ്കാരം. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6-ാം തീയതി, മകരം 23, ചൊവ്വാഴ്ച. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. നോക്കാം ന്യൂസ് ഹെഡ്ലൈൻസ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷം. ശക്തമായ നിലപാടിലേക്ക് നീങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. പ്രാദേശിക പാർട്ടികളുടെ ദേശീയ കൂട്ടായ്മ രൂപീകരിക്കാനാണ് തീരുമാനം. മുന്നണിയിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തമായ സമ്മർദ്ദ ശക്തിയാകുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മമതാ ബാനർജിയുടെ നീക്കം. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ച് മാറി നിൽക്കുകയാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ തൃണമൂലിന്റെ ഇനിയുള്ള നടപടികൾ അതെങ്ങനെയാണ്? ഈ പ്രാദേശിക തലത്തിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നത്? തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അനൌദ്യോഗികമായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ വിശദമാക്കാൻ ശ്രമിക്കുന്നത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് എതിരായിട്ടുള്ള നിലപാടുകളാണെങ്കിലും ഇടതുപക്ഷം ഈ ഇന്ത്യ സഖ്യത്തിൽ പിടിമുറുക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രാദേശിക പാർട്ടികളുടെ ഒരു സഖ്യം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് ഇന്ത്യ മുന്നണിക്ക് എന്ന രീതിയിലേക്ക് അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക ശക്തികളെ ശക്തിപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് മമതാ ബാനർജി ഇപ്പോൾ എടുത്തിരിക്കുന്ന തന്ത്രം. മമതാ ബാനർജി ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ ഈ പ്രാദേശിക കക്ഷികളുമായിട്ട് അവർ ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. മമതയുടെ തന്ത്രം ഇപ്രകാരമാണ്. പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കും. മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായിട്ട് പ്രാദേശിക പാർട്ടികൾ BJPക്കെതിരെ കൂടുതൽ സീറ്റുകൾ നേടണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള സാധ്യത ഈ മുന്നണിക്ക് വരും. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി അഥവാ ആ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ഒരു ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. കോൺഗ്രസിന് വലിയ അതൃപ്തിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഉടൻ വിളിച്ചു ചേർക്കണം എന്ന നിർദ്ദേശത്തിലേക്ക് കോൺഗ്രസ് ഇത് മുൻനിർത്തി പോവുകയാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിൽ UDF-ൽ ചർച്ച തുടരുന്നു. ഇത്തവണയും 2 സീറ്റ് തന്നെ നൽകിയാൽ മതിയെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. എന്നാൽ ഈ തീരുമാനത്തോട് തൽക്കാലം വഴങ്ങേണ്ട എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. മുസ്ലിം ലീഗ് കോർ കമ്മിറ്റി യോഗം ചേർന്നാകും അന്തിമ തീരുമാനമെടുക്കുക. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. സലിം, ഈ 3 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. അതേസമയം തന്നെ കോൺഗ്രസ് ഈ ഒരു ആവശ്യത്തിന് തൽക്കാലം മറുപടി പറയുന്നില്ല. ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ചർച്ചകൾ? പ്രവിത, മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ ആ നിലപാട് 2 സീറ്റ് തന്നെ മതി ഇത്തവണ എന്നുള്ളതാണ്. ലീഗിന്റെ നേതാക്കളിൽ ചിലരെ വിളിച്ച് കോൺഗ്രസ് അക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം, അതിന്റെ ആവശ്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ അധികം സീറ്റുകളിൽ വിജയിച്ചു വരേണ്ടതുണ്ട്. അത് പാർലമെന്റിലേക്ക് അധികം കോൺഗ്രസ് MP-മാരെ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സഹകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം ഈ ആവശ്യത്തോട് അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങേണ്ട എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. കാരണം മുൻ വർഷങ്ങളിലേതുപോലെ ഒരു പതിവ് പോലെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത്. അതിനുശേഷം ആ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോകും എന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കളുടെ ചിന്തക്കേറ്റ തിരിച്ചടിയായിരുന്നു ലീഗ് അതിൽ കടുംപിടുത്തം പിടിച്ചത്. എന്തായാലും ഇപ്പോൾ ഇനി കോർ കമ്മിറ്റി യോഗം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒരു അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ നിലവിൽ അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. പരമാവധി ആ സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും. അതല്ല, ആ സീറ്റ് നൽകുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതിരോധം, വലിയ നിലയിൽ ഒരു പ്രതിരോധവും പരസ്യ പ്രതികരണവും ഉൾപ്പെടെ നടത്തി UDF-നെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല. പക്ഷേ മറ്റു ചില ഡിമാൻഡുകൾ UDF-ന് മുൻപിൽ വെക്കും എന്നാണ് മനസ്സിലാകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള കൂടുതൽ സീറ്റെണ്ണത്തിൽ കൂടുതൽ എണ്ണം ഇപ്പോഴേ ആവശ്യപ്പെടാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഈ മാസം 14-ന് ചേരുന്ന UDF നേതൃയോഗത്തിന് ശേഷമാകും ഉണ്ടാവുക. എന്തായാലും ആ ദിവസം 14-ാം തീയതി തന്നെ ഈ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും അതിനുശേഷം അന്നേ ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ UDF ലക്ഷ്യമിടുന്നത്. പ്രവിത,
ശരി, സലം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിൽ UDF ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത്തവണയും 2 സീറ്റ് തന്നെ നൽകിയാൽ മതി എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ 2-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേട് ഉണ്ടായെന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് ആരോപണം. കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജികളുമാണ് കോടതിക്ക് മുൻപിൽ ഉള്ളത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെന്നും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജിയിൽ വിധി പറയുക. ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി സന്ദീപ് നൽകിയ ഹർജിയിലും ഇന്ന് ഉത്തരവുണ്ടാകും. സംസ്ഥാന ബജറ്റിൽ KSRTCയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ. ബജറ്റിൽ അനുവദിച്ച തുക കൊണ്ട് KSRTCയിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് TDF സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് പറഞ്ഞു. തൊഴിലാളികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റില്ലായിരുന്നുവെന്ന് BMS KSRTC സംസ്ഥാന സെക്രട്ടറി S. അജയകുമാറും പ്രതികരിച്ചു. KSRTCയുടെ ആവശ്യങ്ങളനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല ബജറ്റിൽ ഉണ്ടായതെന്നാണ് TDF വിലയിരുത്തുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച 128 കോടി കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. വരുന്ന 3 വർഷം 1000 ഡീസൽ ബസ്സെങ്കിലും KSRTCക്ക് വാങ്ങേണ്ടതുണ്ട്. ഡീസൽ ബസ് വാങ്ങാൻ വകയിരുത്തിയ തുക കൊണ്ട് ഇത് സാധ്യമാകില്ലെന്ന് TDF സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് MLA. UDF സർക്കാരിനേക്കാൾ കൂടുതൽ തുക LDF സർക്കാർ ചെലവാക്കിയത് കോവിഡ് വന്നതുകൊണ്ടാണെന്നും MLA. 1000 ബസ് വാങ്ങണമെങ്കിൽ തന്നെ എത്ര രൂപയാവും നിങ്ങൾക്കറിയാം. അതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല KSRTC ധാരാളം കുടിശ്ശികകൾ ജീവനക്കാർക്ക് വച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പണം കൊടുക്കാനുണ്ട്. അതിനൊന്നും ഒരു അലോട്ട്മെൻറ്റും ഇല്ല. KSRTC ഡിപ്പോകളുടെ നവീകരണം നാമമാത്രമായ നവീകരണത്താണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു 7-8 ഡിപ്പോകളുടെ നവീകരണം പറഞ്ഞിട്ട് ഒരെണ്ണം പോലും ഇതുവരെയും നടന്നിട്ടില്ല. KSRTCയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് തൊഴിലാളികൾ ആഗ്രഹിച്ചതെന്നും പ്രഖ്യാപനങ്ങളല്ല നടപടികളാണ് വേണ്ടിയിരുന്നതെന്നും BMS വ്യക്തമാക്കി. പണിയെടുത്ത കൂലി കൃത്യമായി നൽകാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടായില്ലെന്നും BMS കുറ്റപ്പെടുത്തി. പണിയെടുത്ത തൊഴിലാളിയുടെ കൂലി പോലും കൃത്യമായിട്ട് നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും അപഹാസ്യനാകുന്ന ഒരു വിഭാഗം ജീവനക്കാർ പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തിന് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ ഈ സർക്കാർ സമ്മാനമായി നൽകിയത്. കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ KSRTCക്ക് നൽകിയ അവഗണന തികച്ചും നിരാശാജനകമാണ്. ശമ്പളവും മറ്റു കുടിശ്ശികകളും കൃത്യമായി നൽകാൻ നടപടി ഉണ്ടാകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. ബജറ്റിൽ KSRTCക്ക് 128.92 കോടി രൂപയാണ് അനുവദിച്ചത്. പുതിയ BS6 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടിയും അനുവദിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയെ അവഗണിച്ചുവെന്ന് UDF. കേന്ദ്രം കേരളത്തെ അവഗണിക്കും പോലെയാണ് സംസ്ഥാന സർക്കാർ മലപ്പുറത്തെ അവഗണിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. പ്രതിപക്ഷ MLAമാരെയും ഉള്ള 12 നിയമസഭാ മണ്ഡലങ്ങൾക്കും ബജറ്റിൽ പരിഗണന ലഭിച്ചില്ല എന്നാണ് ആരോപണം. ബജറ്റിൽ പ്രതീക്ഷകളേറെ ഉണ്ടായിരുന്നു മലപ്പുറത്തിന്. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സ്ഥലമേറ്റെടുപ്പും വികസനവും ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പ്രവാസി ക്ഷേമ പദ്ധതികളുടെ ബജറ്റ് വിഹിതം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വെട്ടിച്ചുരുക്കിയെന്നും പരാതി. വൻകിട പദ്ധതികൾ ഒന്നും മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA. ഞങ്ങൾ മുന്നോട്ട് വച്ച ഒരു പദ്ധതിയും ഈ ബജറ്റിൽ ഇടം നേടിയിട്ടില്ല. അത് ജില്ലയോട് ഒരു വലിയൊരു അവഗണനയാണ് കാണിക്കുന്നത്. ഒരു വൻകിട പദ്ധതികളും ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാവസായിക, കാർഷിക മേഖലയിലൊന്നും തന്നെ ഒരു ചലനം പോലും ഈ ബജറ്റ് ഉണ്ടാക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തീർത്തും പറയാൻ സാധിക്കും.
വൈദ്യുതി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന്റെ പരിഹാരത്തിനും ബജറ്റിൽ തുക മാറ്റിവെച്ചില്ല. മലപ്പുറം ജില്ലാ അതിർത്തിയിൽ റോഡ് വികസനം അവസാനിപ്പിച്ചെന്നും ഇത് ജില്ലയോടുള്ള വിവേചനമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ നേരിട്ട് കാര്യമായ പദ്ധതികളിൽ ജില്ലയെ പരിഗണിച്ചില്ലെങ്കിലും ITI മേഖലയുടെ വികസനം ഉൾപ്പെടെ ബജറ്റിൽ ഉൾപ്പെട്ട പൊതുവായ പല പദ്ധതികളും ജില്ലയ്ക്ക് ഉപകാരപ്രദമാകും. 24 മലപ്പുറം. RBI പണനയ അവലോകന യോഗം ഇന്ന് തുടങ്ങും. നിലവിലുള്ള പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തണമോ എന്നതടക്കം ഈ മാസം 8 വരെ നീണ്ടു നിൽക്കുന്ന യോഗം വിലയിരുത്തും. നിലവിലുള്ള സാഹചര്യത്തിൽ നിരക്കുകളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം കൈക്കൊള്ളാനിടയില്ല. കഴിഞ്ഞ ഒരു വർഷമായി പണനയം നിരക്ക് വർധന ശുപാർശ ചെയ്യാതെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പൊതു തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ വിലക്കയറ്റം അടക്കമുള്ളവ ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. മുംബൈയിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനത്താണ് യോഗം. ഉത്തരാഖണ്ഡ് സർക്കാർ ഏക സിവിൽ കോഡ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രത്യേക സമ്മേളനം വിളിച്ചാണ് സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്നത്. ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ് കരട് റിപ്പോർട്ടിന്റെ ചുമതല വഹിച്ചത്. ഈ അടിസ്ഥാനത്തിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ BJP സർക്കാരിന്റെ തിടുക്കപ്പെട്ട നീക്കം. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച തുടരും. മധ്യപ്രദേശിൽ നിന്നുള്ള BJP അംഗം കവിത പട്ടീദാറാണ് ഇന്നലെ പ്രമേയം അവതരിപ്പിച്ചത്. ഇതിനുള്ള ചർച്ചയാണ് ഇന്നും പുരോഗമിക്കുക. ചർച്ച പൂർത്തിയാകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കും. ലോക്സഭ ഇന്ന് ജമ്മു കാശ്മീർ തദ്ദേശ സ്വയംഭരണ ഭേദഗതി ബിൽ, മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാനുള്ള ബിൽ, ജമ്മു കാശ്മീർ പിന്നാക്ക ജാതി ഭേദഗതി ബില്ലുകൾ എന്നിവ പരിഗണിക്കും. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി. ആദിവാസി വിഭാഗത്തിനെതിരെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിൽ പറഞ്ഞു. ഒരു ആദിവാസി മുഖ്യമന്ത്രിയെ BJP ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. OBC സംവരണ വിഷയവും രാഹുൽ ആവർത്തിച്ചു. അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രമാണ് BJP സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും വിമർശനം. ഇത് ജാർഖണ്ഡിലെ ഖുണ്ടി ഷഹീദ് ഭഗത് സിംഗ് ചൌക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഒഡീഷയിൽ പ്രവേശിക്കും. കെ ഫോൺ കരാറിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ പ്രതിപക്ഷ നേതാവിനെതിരെ ചില ചോദ്യങ്ങൾ കോടതി ഉയർത്തിയിരുന്നു. ഹർജിയിൽ സംസ്ഥാന സർക്കാർ അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ വിസമ്മതിച്ച കോടതി സർക്കാരിനോട് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. PV അൻവർ MLAയുടെ കക്കാടംപൊയിലെ പാർക്ക് തുറക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും അനധികൃത നിർമ്മാണം പൊളിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാർക്കിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടോ എന്നറിയാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ലൈസൻസ് സംബന്ധിച്ച കാര്യങ്ങൾ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്താണ് അറിയിക്കേണ്ടത്. കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി TV രാജൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധന ഇന്നും തുടരും. ആലുവയിലെ CMRL ആസ്ഥാനത്ത് നിന്നും ശേഖരിച്ച രേഖകൾ SFIO പരിശോധിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. ശേഷം സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറും. കേസെടുക്കലും ചോദ്യം ചെയ്യലും തുടർന്നാകും നടക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ NCP അധ്യക്ഷൻ ശരത് പവാർ പങ്കെടുക്കും. DMK, RJD, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി തുടങ്ങിയ കക്ഷികൾ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിട്ട് ക്ഷണിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചെങ്കിലും ഇതുവരെ അനുവദിച്ചിട്ടില്ല. പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിയിലെത്തും. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സാധ്യത പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതി ഇന്ന് ഡൽഹിയിൽ യോഗം ചേരും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് യോഗത്തിൽ നിന്ന് മമത ഒഴിവായത്. മമതയ്ക്ക് പകരം MPമാരായ സുദീപ് ബന്ദോപാധ്യായയും കല്യാൺ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കും. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കൊല്ലം മണ്ഡലത്തിലെത്തും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ ദിവസമാണ് പദയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് 3-ന് ചിന്നക്കടയിൽ പൊതുസമ്മേളനത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. തുടർന്ന് നടക്കുന്ന പദയാത്ര മാടൻനടയിൽ സമാപിക്കും. NDA ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 25,000 പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. നിയമസഹായം തേടിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ PG മനു സുപ്രീംകോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പെരുമ്പാവൂർ ഡിവൈഎസ്പിക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. മനുവിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. 2018 പീഡനക്കേസിൽ നിയമസഹായം വാഗ്ദാനം ചെയ്ത അതിജീവിതയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. പലതവണ ബലാത്സംഗത്തിനിരയാക്കി എന്നും ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചു എന്നുമാണ് യുവതിയുടെ പരാതി. ഗാന്ധി ഘാതകൻ നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ശക്തം. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI ഇന്ന് NITയിലേക്ക് മാർച്ച് നടത്തും. ഇതേ ആവശ്യമുന്നയിച്ച് DYFI നാളെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷൈജ ആണ്ടവന്റെ തൊഴിൽ പശ്ചാത്തലം തേടി പോലീസ് NIT രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി രജിസ്ട്രാർ ഇന്ന് നൽകും. അധ്യാപികയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വിവരങ്ങൾ മെറ്റയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ ലഭ്യമാകുന്നതിനനുസരിച്ചാകും അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തുക. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പള്ളിവയൽ പ്രദേശം കാട്ടാനപ്പേഴിയിൽ 2 മാസമായി തുടർച്ചയായി കാടിറങ്ങുന്ന കൊമ്പൻ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. ആനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുമുണ്ടെന്ന് നാട്ടുകാർ. സന്ധ്യ മയങ്ങുന്നതോടെ എത്തും വടക്കനാട് പള്ളിവയലിൽ കാട്ടുകൊമ്പൻ. പിന്നെയാകെ അഴിഞ്ഞാട്ടമാണ്. മുന്നിൽ കാണുന്ന വിളകളൊക്കെ നശിപ്പിക്കും. പള്ളിവയലിലെ അജയന്റെ പറമ്പിലെ ഗേറ്റിന് മുന്നിലെത്തിയ കൊമ്പന്റെ CCTV ദൃശ്യമാണിത്. പിന്നെ കണ്ടത് തകർന്ന ഗേറ്റും നശിച്ച വിളകളുമാണ്. തെങ്ങും കവുങ്ങും വാഴയും കാപ്പിയും എന്ന് വേണ്ട എല്ലാം നശിപ്പിച്ചാണ് കൊമ്പൻ കാടുകയറുക. വാഴ ഞങ്ങൾ വെക്കുന്ന ആദായം ഒന്നും കവുങ്ങ് അത് ഇത് എല്ലാം സവോക്ക് മുളക് പിടിച്ച എല്ലാം കൊലച്ച തെങ്ങുകളൊക്കെയാണ് ഇപ്പം അടുത്തടുത്ത് 2-3 പ്രാവശ്യമായി അടുപ്പിച്ച് മറിച്ചിട്ട് കളഞ്ഞു. വാഴ വെക്കല്ല കൊലക്കാനായ വാഴനെല്ലാം കളയും. ആകെ ദുരിതത്തിലാണ്. ഞങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഭീതി പരത്തിക്കൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്ഥിരം പറമ്പിൽ കയറി ഇറങ്ങുകയാണ്. വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും മേലധികാരി ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് നല്ല സഹകരണം വേണം. എന്നാലും ഞങ്ങളെപ്പോലത്തവർക്ക് ജീവിക്കാൻ ഇവിടെ സാധ്യമാവുള്ളൂ. 2 തവണ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവമുണ്ട് ഈ നാട്ടുകാർക്ക്. സന്ധ്യയ്ക്കപ്പുറം പുറത്തിറങ്ങാൻ പോലും ഭയമാണ് പലർക്കും. കഴിഞ്ഞ ദിവസം കേണിച്ചിറയിലെ കേളമംഗലത്ത് കാട്ടുനായ്ക്ക കോളനിയിൽ സൗമ്യയുടെയും ബിജുവിൻ്റെയും കുടിൽ കാട്ടാന തകർത്തിരുന്നു. വനത്തിൽ ചൂടുകൂടുന്നതും ജലവും തീറ്റയും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ഇനി അങ്ങോട്ട് വന്യജീവികളുടെ കാടിറക്കത്തിന്റെ തോത് ഉയർന്നേക്കാം. ആശങ്കയുണ്ട് വനാതിർത്തികളോട് ചേർന്ന് കഴിയുന്ന മനുഷ്യർക്ക്. 24 വയനാട്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് കേസ് പരിഗണിക്കുക. സ്ഥാപനമുടമയായ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സാമ്പത്തിക ഇടപാടുകളെല്ലാം നിയമപ്രകാരമാണെന്നുമാണ് പ്രതികളുടെ വാദം. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്വിസ് മത്സരത്തിലെ ചോദ്യകർത്താക്കളായി MLA മാർ. തിരുവനന്തപുരം ചാലയിലെ തമിഴ് VHSS ആണ് അങ്ങനെയൊരു കൗതുകത്തിന് വേദിയായത്. MLA എഡ്യൂക്കെയർ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലാണ് നിയമസഭാ സാമാജികർ ചോദ്യകർത്താക്കളായി എത്തിയത്. 2023 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് MLA എഡ്യൂക്കെയർ എന്ന പദ്ധതിയിലൂടെ ക്വിസ് മത്സരങ്ങൾ ആരംഭിച്ചത്. ടാലന്റ് ഹണ്ട് 2023 എന്ന ഈ ക്യാമ്പയിൻ മാസങ്ങൾ നീണ്ടുനിന്നു. സംസ്ഥാനത്താകെ നടത്തിയ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച 64 വിദ്യാർത്ഥികൾക്കായാണ് കഴിഞ്ഞ ദിവസം ഫൈനൽ മത്സരം നടത്തിയത്. ചോദ്യകർത്താക്കളായി എത്തിയത് MLA-മാർ. വിദ്യാർത്ഥികൾക്കായി ആദ്യ ചോദ്യം കാട്ടാക്കട MLA IB സതീഷ് വക. മുൻ മന്ത്രിയും തിരുവനന്തപുരം MLA-യുമായ ആന്റണി രാജുവും ചോദ്യകർത്താവായി. വിദ്യാഭ്യാസത്തിന്റെ നാനാവശങ്ങൾ രക്ഷകർത്താക്കളിലും വിദ്യാർത്ഥികളിലും എത്തിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും നേരിടുന്ന പ്രശ്നങ്ങൾ
അവയെ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുവാനും ജനപ്രതിനിധികൾക്ക് നൽകേണ്ട സന്ദേശങ്ങൾ കുടുംബങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും സ്കൂളുകളിലേക്കും എത്തിക്കുന്നതിനുമെല്ലാം തന്നെ MLA എഡ്യൂക്കെയർ പദ്ധതി കാര്യമായ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നാം വിലയിരുത്തുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് MLA-യുമായ MV ഗോവിന്ദനും പാർട്ടി ഗൗരവം വിട്ട് ചോദ്യകർത്താവായി. കോവളം MLA M വിൻസെന്റും വാമനപുരം MLA DK മുരളിയും ചടങ്ങിന്റെ ഭാഗമായി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 4 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 24 തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലാളികൾ സമരം തുടങ്ങിയതോടെ ബാണാസുര സാഗർ ഡാം ടൂറിസം നിശ്ചലാവസ്ഥയിൽ. വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. ഇതോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ടൂറിസം കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CITU-വിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരം തുടങ്ങിയത്. ഇതോടെ ടൂറിസം കേന്ദ്രത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങിപ്പോവുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. തൊഴിലാളിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തിലല്ല ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഒരു വരുമാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വരുമാനം ഞങ്ങൾക്ക് സെൻറ്ററിൻ്റെ വികസനം, സമഗ്രമായ വികസനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊഴിലാളികളുടെ വേതനവും കൂടെ, അടിസ്ഥാന വേതനം, സർക്കാർ പറയുന്ന വേതനമുണ്ട്. ആ വേതനം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്കും കൂടെ വേതനം കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരത്തിന് നിർബന്ധിതരായിട്ടുള്ളത്. മേഖലയിലെ ചെറുകിട കച്ചവടക്കാർക്കും സമരം പ്രതിസന്ധിയാണ്. പ്രശ്നപരിഹാരം വൈകാതെ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതുതന്നെയാണ് തൊഴിലാളികളുടെയും നിലപാട്. 24 വയനാട്. കൊച്ചിയുടെ ടൂറിസം ഹോട്ട്സ്പോട്ടായ മെറൈൻ ഡ്രൈവിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാണിജ്യ പാർപ്പിട സമുച്ചയം. 2150 കോടി രൂപയാണ് വകയിരുത്തിയത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പാക്കുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഒരു പതിറ്റാണ്ടായി വെന്റിലേറ്ററിലായിരുന്ന പദ്ധതിക്കാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ജീവൻ വച്ചത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ചേർന്നാകും കൂറ്റൻ സമുച്ചയം നിർമ്മിക്കുക. 17.9 ഏക്കറിൽ 2 സോണുകളിലായിട്ടാണ് പദ്ധതി. സോൺ 1-ൽ 28 നിലയുള്ള വാണിജ്യ പാർപ്പിട സമുച്ചയങ്ങൾ, സോൺ 2-ൽ 31 നിലയുള്ള പാർപ്പിട സമുച്ചയം, 2.5 ലക്ഷം ചതുരശ്ര അടിയുള്ള വാണിജ്യ ഓഫീസ് സ്പേസും 1.6 ലക്ഷം ചതുരശ്ര അടിയുള്ള കൊമേഴ്സ്യൽ കാർ പാർക്കിംഗ് സൗകര്യവും സോൺ 1-ലുണ്ടാകും. സോൺ 2-ലെ പാർപ്പിട സമുച്ചയത്തിന്റെ വിസ്തീർണം 27 ലക്ഷം ചതുരശ്ര അടിയായിരിക്കും. കാർ പാർക്കിംഗ് 6.5 ലക്ഷം ചതുരശ്ര അടിയും. ഒപ്പം കൺവെൻഷൻ സെന്ററും നക്ഷത്ര ഹോട്ടലുകളും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും സോൺ 2-ലുണ്ടാകും. സെപ്റ്റംബറിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പിട്ടിരുന്നു. ഗോശ്രീ റോഡിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലത്താണ് നിർമ്മാണം. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ NBCC പൂർത്തിയാക്കി. നിർവഹണ ചുമതല NBCC-ക്കും മേൽനോട്ട ചുമതല ഭവന നിർമ്മാണ ബോർഡിനുമായിരിക്കും. ഹൈക്കോടതിയുടെ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകണമെന്ന മുമ്പ് ആവശ്യമുയർന്നിരുന്നെങ്കിലും ഹൗസിംഗ് ബോർഡ് എതിർത്തതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. നിർദ്ദിഷ്ട പദ്ധതിക്കായി നേരത്തെ ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തെ പ്രധാന നിർമ്മാണ സ്ഥാപനമായ ഹൗസിംഗ് ബോർഡിന് വലിയ ആശ്വാസമാണ് സർക്കാർ പച്ചക്കൊടിയിലൂടെ കൈവന്നത്. അജീഷ് ജയകുമാർ, 24 കൊച്ചി. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുടെ സമയം 100 ന്യൂസിൽ ഗോപികേട്ട്. നമസ്കാരം.